ശോഭ എന്തോ ഈ എടുത്ത് വെച്ചേക്കുന്നേ? പിള്ളേർക്ക് നാളെ കൊടുക്കാനുള്ള സ്നാക്സ് ആണോ ഈ പൊട്ടിച്ച് ഇവിടെ ഇട്ടേക്കുന്നത്? അല്ല മോനെ, എന്തോ ഇത്? പിള്ളേരൊന്നും കഴിക്കുന്നില്ല. ഒരു വിധത്തിൽ ഇതിനെയൊന്നും വയറ് നിറയ്ക്കാൻ പറ്റുന്നില്ല. എങ്ങനെങ്കിലും ഇതുങ്ങളുടെ വയറിൽ സ്നാക്സ് എടുത്തുകൊണ്ടൊന്ന് ഇവിടെ പാത്ത് എടുത്തുകൊണ്ടൊന്ന് തിന്നുന്നത്. ഞാൻ ഒരു ഇതിലൊരു ഉടായ്പില് ഒരു ഇതുണ്ടാക്കി പിള്ളേരുടെ വയറൊന്നും. ശോഭയെ ചെറുപ്പത്തെ ഞങ്ങളെ ഉടായ്പ് കാണിച്ച് പറ്റിച്ച്, ഇപ്പൊ വലുതാവുമ്പോ പിള്ളേരെ ഉടായ്പ് കാണിച്ച് പറ്റിക്കും. എരിയില്ലാതെ ഉപ്പില്ല. എലിയോ? എരിവ് അങ്ങനെ ഇടണ്ടേ? കുഞ്ഞുങ്ങൾ കഴിക്കില്ല. ഇച്ചിരി കുരുമുളക് ഇച്ചിരി ഉപ്പും മാത്രം ഇട്ടിട്ട് ഒത്തിരി ഇടല്ലേ? മുട്ട നമ്മളൊന്ന് 5 മുട്ടയെ ഉപ്പും കുരുമുളകും ഇട്ട് ഇളക്കി ഇട്ടിട്ട് പാനൊന്ന് ചൂടാക്കി നമ്മൾ ഇതൊന്ന് വിതറുക. ഇതാരാ ഇത്? അതിൻ്റെ 5 പാപ്പ ഉണ്ടാക്കുന്നുണ്ടോ മോനെ? നമ്മള് ഇതൊക്കെ കാണുന്നുണ്ടെ ഇതങ്ങ് കഴിച്ചോളൂ. ഇതിനകത്ത് മുട്ട ഉണ്ടെന്നുള്ള ഒരു അറിയരുത്. അത് രീതിയിൽ ഇപ്പൊ ഒന്നും അറിയത്തില്ല. ഇവിടെ വന്ന് നിപ്പുണ്ട്. വിതറി വെക്കണോ? പാപ്പ വേണോ? കുഞ്ഞിനൊരു പാപ്പം കൊടുക്ക. കുഞ്ഞിനൊക്കെ ഈ പാപ്പൊക്കെ മതിയല്ലോ. ആരോഗ്യം കിട്ടുന്ന ഒന്നും വേണ്ടല്ലോ. ആരോഗ്യം കിട്ടുന്ന എന്തെങ്കിലും വിതറിയ പോരായിരുന്നു എന്നാ. ഞാൻ ഈ മുട്ട ഇതിനകത്ത് വെക്കുന്നത് എന്തെങ്കിലും ഒരു ഇച്ചിരി ഗുണമുള്ളത് ചെല്ലട്ടോന്ന് വിചാരിച്ചു. ആന്റണി ഇനി പാപ്പ വേണോ? എന്നാ പാപ്പ നല്ലൂറ്റിന് പാപ്പ എന്നാ ചേച്ചിക്കും കൊടുക്കുക കേട്ടാ. ഇത് കൊണ്ടുപോയി കൊടുക്ക് ചേച്ചിക്ക്. ചേച്ചിക്ക് ഒരെണ്ണം കൊടുത്തിട്ടോ ചെല്ല. അല്ല പാൻ ചൂടാവണ്ടേ ശോഭ? അയ്യോ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒഴിച്ചാലാ ഇതാവത്തുള്ളൂ. അങ്ങോട്ട് ഒഴുകി പോയതിൻ്റെ മണ്ടയിലോട്ട് എടുത്തിടാന്ന. ശോഭ ഇത് എവിടുന്നെങ്കിലും കണ്ടതാണോ? സ്വന്തം ബുദ്ധിയിൽ ഇപ്പോൾ ഈ സ്നാക്സ് കണ്ടപ്പോൾ ഇതെങ്ങനെയും തീർക്കണമെന്ന് പറഞ്ഞു, അതോ അത് മാത്രമായിട്ട് എടുത്ത് തിന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവുന്നില്ല? ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ. അമ്മ പിള്ളേരെ കളിപ്പിക്കുന്ന കാര്യം അമ്മ ചിന്തിക്കരുത്. പണ്ട് എന്നെയും ചോട്ടുവിനെ അമ്മ ഒത്തിരി കളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ആ രീതി അങ്ങ് പോയി. ഈ ബുദ്ധിയുള്ള പിള്ളേരല്ലേ ഇത്. അപ്പൊ ഞങ്ങൾക്ക് അന്ന് ബുദ്ധി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുടെ ബുദ്ധിയല്ലേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ പിള്ളേർക്ക് ബുദ്ധി കിട്ടുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേർക്ക് ഞങ്ങളുടെ ബുദ്ധി കിട്ടി. അതല്ലേ അതിന്റെ ഒരു ശരി. അങ്ങനെ വരത്തില്ല, അങ്ങനല്ല. ബുദ്ധി എന്നൊക്കെ പറയുന്നത് 3ാം തലമുറയ്ക്ക് കിട്ടുന്നതാണ്. എന്റെ അമ്മയുടെ ബുദ്ധിയല്ല എനിക്ക് കിട്ടിയത്. അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ബുദ്ധി എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ എന്റെ ബുദ്ധിയാണ് നിങ്ങളുടെ മക്കൾക്ക്. അപ്പൊ ഞങ്ങൾക്ക് ബുദ്ധിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനമില്ല. അതുകൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ അമ്മയെ സ്നേഹിക്കുന്നത്. ബുദ്ധിയുള്ള വല്ല പിള്ളേരെ ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റൂ? അല്ല ഇതെന്തോ ഇന്ത്യയുടെ ഭൂപടോ? കണ്ടിട്ട് ശ്രീലങ്കയാന്ന് തോന്നുന്നു. അത് പറയുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഇനി ഇതെല്ലാം ഉണ്ടാക്കും അങ്ങനെ? ഇങ്ങനെയല്ല, 2 എണ്ണം ഉണ്ടാക്കി 2 പേർക്ക് മാത്രമായിട്ട്. അപ്പൊ എനിക്ക് ഇത് തിന്ന് നോക്കട്ടെ. മുട്ട കരിഞ്ഞു പോയോ? ഇല്ല, മുട്ടയല്ല കരിഞ്ഞ്. ആ സാധനം കരിഞ്ഞു പോയോ? അത് ചീസല്ല, അത് ഒരു അപ്പളം എന്ന് പറഞ്ഞ സാധനമാണ്. ശോഭ ചീസ് ബോളാണോ വെക്കണ്ടേ? ചീസ് ബോൾ ഇതല്ല. ചീസ് ബോൾ ഇതല്ല, ചീസ് ബോൾ വേറെ. ഇതിപ്പോ ചെറുത് വേണേ കഴിക്കും. മഞ്ഞ കണ്ട് വലുത് കഴിക്കത്തില്ല. ശരി, ഒരെണ്ണം കൂടെ ഉണ്ടാക്കി നോക്കാം. 2 പിള്ളേരില്ലേ, ഇതും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം അവിടെ അടിതട നടക്കും. ഇനിയിപ്പോൾ 2 പേരും കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കാം. അങ്ങനെ ഒരു ത്യാഗം ഞാൻ ചെയ്യാം. അമ്മ കഴിക്കണ്ട, അമ്മ ത്യാഗം ചെയ്യണ്ട. അമ്മ ഇത്ര പ്രായമായിരുന്നു. അതെങ്ങനെ? അപ്പോൾ എന്നിട്ട് ഇളക്കിയിട്ടിടാനോ? ഭയങ്കര ഉപ്പ്. മൂക്ക് ചൊറിഞ്ഞാൽ തുമ്മന, കണ്ണ് ചൊറിഞ്ഞാൽ കരയാൻ, കൈ ചൊറിഞ്ഞാൽ
അടി കിട്ടാൻ അല്ല, അടി കൊടുക്കാൻ കാശ് കിട്ടാൻ. വലത്തെ കൈയാണ് കാശ്. ഇത്തിരി കുരുമുളകും ഇടുവാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? യേശുദാസും പുകവലിയും തമ്മിലുള്ള ബന്ധം എന്താ? യേശുദാസും പുകവലിയും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ യേശുദാസ് പാടും, പുകവലി പാടും. അയ്യാ, അത് ഞാൻ നേരത്തെ ചോദിച്ചത് കൊണ്ട്. നേരത്തെ ചോദിച്ചായിരുന്നു. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്ര വലിയ ബുദ്ധി കിട്ടുമോ? ഇതൊന്നും അമ്മയ്ക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചോണ്ട്. എന്നാൽ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ഭയങ്കരമായിട്ട് വണ്ണവും വയറും ഉള്ള ഒരുത്തൻ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു എൻ്റെ വയറൊന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഡയറ്റ് എടുക്കണം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് രണ്ടും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഡോക്ടർ ഒരു മാർഗം പറഞ്ഞു കൊടുത്തു. എക്സസൈസിങ് ചെയ്യണ്ട, ഡയറ്റും എടുക്കണ്ട, പക്ഷെ വയറില്ലാതാവും. അതെന്തുമായിരിക്കും എന്ന് പറയാമോ? വയറില്ലാതാവെന്ന് പറഞ്ഞാൽ ഈ വയറാണോ? ശോഭേ, സ്വന്തം വയറാ? വയറില്ലാതാവുമെന്ന് പറഞ്ഞിട്ട് ആ പൊടിക്കായി ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ വയറില്ല. അല്ല, ഡോക്ടർ പറഞ്ഞ അയാളോട് നിങ്ങൾ നീലം കുടിക്കാൻ. കുടിക്കുമ്പോ പല്ല് നീല കളറായില്ലേ, അപ്പൊ ബ്ലൂടൂത്ത് ആയില്ലേ. ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞ വയർലെസ് അല്ലേ? ശോഭ ഉത്തരം മുട്ടുമ്പോ പണ്ടേ കുഞ്ഞാണ്. അയ്യോ, ഈ പഴഞ്ചനെയൊക്കെ കൊണ്ടാണല്ലേ. അയാൾ അതോടെ ഉള്ള വയറും കൂടെ വീർത്തുകയാണ്, കാരണം വിശ്രമിച്ചിരുന്നിരുന്നില്ല. എന്നാ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് കണ്ട, ഇതിപ്പോ അവൾ അറിയത്തില്ല. ഇപ്പൊ ഞാൻ ഇനി വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? നമ്മുടെ മെസ്സി ഇല്ലയോ, മെസ്സി നമ്മുടെ മെസ്സി, കെട്ടുവിന്റെ മെസ്സി. നിക്ക് ഇതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ സമ്മാനം തരും. നാളെ ഷവർമ്മ വാങ്ങിച്ചു തരും. ആൻസർ പറഞ്ഞ ഇല്ലെങ്കിൽ അമ്മ എനിക്ക് നാളെ ഞാൻ പറയുന്ന സാധനം അത് ഞാൻ ആലോചിക്കട്ടെ. ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് അല്ല. എനിക്ക് മോമോസ് വാങ്ങിച്ചു തരണം. എന്നാ ശരി, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ മെസ്സി ഉണ്ടല്ലോ, മെസ്സി കാട്ടിലാവപ്പെട്ടു. മെസ്സിയുടെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിന് ഭയങ്കര തലവേദനയും തലകറക്കവും ഒക്കെ. അപ്പൊ അവൻ മെസ്സിയോട് ദേഷ്യപ്പെട്ടു പറഞ്ഞു, എടാ മെസ്സി നീ കുറച്ച് അങ്ങോട്ട് നീ അതെന്തിനായിരിക്കും? തലകറക്കവും പനിയും അതൊന്നും അല്ല. മെസ്സി മാറി നിൽക്കും, നീങ്ങി നിൽക്കുമ്പോ ഫാർമസി ആയില്ലേ, അപ്പൊ അവിടെ ചെന്ന മരുന്ന് വാങ്ങിച്ചു. കുറച്ച് ദൂരെ ആയപ്പോ ഫാർമസി. അതാ പറഞ്ഞ എന്റെ അമ്മയുടെ ബുദ്ധിയായിരിക്കും. ഞാൻ രണ്ടു പിള്ളേരുടെ ഇടയില കിടക്കുന്നത്. എന്നെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. പുതിയ പുതിയ തന്ത്രങ്ങൾ പണിയാൻ വേണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെയുള്ള തലകൊണ്ട് ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവസ്ഥ. ഇതിപ്പോ കരിഞ്ഞ മണം വരുന്നത്. കഴിഞ്ഞ പരിപാടി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പൊ കഴിഞ്ഞു. ഇന്നത്തെ ഇനിയിപ്പോ ഇത് നിങ്ങളെ തീറ്റിക്കുന്നതാണ് അടുത്ത പരിപാടി. അതാണ് ടാസ്ക്. ശോഭ എന്നെ അവമാനിച്ചു. ഇനി ഇപ്പൊ നാളെ മൊമോസ് വാങ്ങിച്ചു തരണം. ഞാൻ ജയിച്ചു. ശോഭ ഫാർമസി പറഞ്ഞോ? ഫാർമസി പറഞ്ഞോ? ബ്ലൂടൂത്ത് പറഞ്ഞോ? ഞാൻ മെസ്സിയുടെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. മെസ്സി ഇല്ലേ, നമ്മുടെ വയറ്റിലെ വന്നിട്ട് കാട്ടിലകപ്പെട്ടു പോയി.
അപ്പം മെസ്സി അതല്ലേ ഇപ്പോഴും പറഞ്ഞത്. അല്ല ആ മെസ്സി മെസ്സിക്ക് ഇത് ഇവിടെ കേരളത്തിലെ ഈ വനത്തിൽ മാത്രം അങ്ങനെ ഫുട്ബോൾ കളിച്ചു അതല്ല ഒന്ന് നാട്ടിൽ വന്നതാ. വന്നിട്ടില്ല, കേരളത്തിൽ വന്നില്ല. അമ്മ അറിയാതെ വന്നു, പക്ഷെ കാട്ടിൽ പെട്ടുപോയത്. മെസ്സിയെ കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നുണ്ട്, നമ്മുടെ ആന്റോവാനിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാ നമ്മുടെ ബോബി ചെമ്മണ്ണൂര്, ആ ചെമ്മണ്ണൂരിനെ പിന്നെ കൊണ്ടുവരല്ലേ, അയാള് കാട്ടിലകപ്പെട്ട് പെട്ട് കഴിഞ്ഞപ്പോ അയാളുടെ കയ്യില് അയാളുടെ ഡ്രസ്സ് അറിയാലോ, വൈറ്റ് ഡ്രസ്സും ഒരു വൈറ്റ്നറും കൂടെ ഉണ്ട് കയ്യില്, വേറൊന്നുമില്ല. അപ്പം ഇയാള് കാട്ടിലകപ്പെട്ടിട്ട് ഇയാൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നാട്ടിലെത്തണം. അയാൾ എന്തോ ചെയ്യും? അയാൾ വൈറ്റ്നെസ് ഉണ്ട്, വൈറ്റ് ഡ്രസ്സും ഉണ്ട്. അയാളുടെ പിന്നെ വൈറ്റ് ഡ്രസ്സാണല്ലോ, അയാൾ കയ്യിൽ ഒരു വൈറ്റ്നറും പിടിച്ചിട്ടുണ്ട്. വൈറ്റ്നർ വരച്ച് 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 വഴി നോക്കി വരുമായിരിക്കും. ശോഭേ, വൈറ്റ്നർ വരച്ചാൽ വഴി നോക്കി വരാൻ പറ്റും? തോറ്റോ? രാത്രിയിലില്ല. എന്നാ പറ, ക്ലൂ ഒക്കെ തന്നാ ഒട്ടിപ്പോത്തില്ല. അതൊന്നുമില്ല ശോഭേ, ചട പടേന്ന് പറ. 2-3 ക്ലൂ എന്തായാലും ഏതൊരു കാര്യത്തിനും ഒരു 5 ക്ലൂ കൊടുക്കും. 5 ക്ലൂ? 5 ക്ലൂ എന്തിനും കൊടുക്കും. ഒന്ന്. രണ്ടാമത് ആദ്യത്തെ നമ്മളെ ആ ഒരു ക്ലൂവിൽ ആൻസർ പറഞ്ഞാൽ അത്രയും നല്ലത്. ഒരു 3 ക്ലൂ ഇല്ല, എനിക്ക് ക്ലൂ ഒന്നും തരാനില്ല. എനിക്ക് ഓൾറെഡി ഒരു മോമോസ് പെൻഡിങ്ങാ. ഇത് ഞാൻ 5 വരെ എണ്ണും. 5 വരെ എണ്ണുമ്പോ പറഞ്ഞില്ലെങ്കിൽ 2 വൈകുന്നേരം കൊണ്ട് ചെമ്മണ്ണൂര് വെളുപ്പിക്കാനായിരിക്കും അതുകൊണ്ടൊന്നും അല്ല. പിന്നെ തോറ്റോ? സുല്ലിട്ടോ? മോമോസ് നാളെ 2 പാക്കറ്റ് വാങ്ങിക്കും. മുമ്പേ തോറ്റ്. അന്നാ ഞാൻ ആൻസർ പറയുന്നില്ല, അപ്പൊ പ്രശ്നം തീർന്നു. ആൻസർ വേണോ? അത് ഞാൻ കൊറേ തിന്നു. അമ്മയ്ക്ക് ഒരു വയറുണ്ടായിട്ട് അമ്മ ഒരു ചോറാന്ന് തിന്നുന്നേ. തോക്കുമ്പോ ബബ്ബ ബബ്ബ പറയുന്നു. അമ്മ തോറ്റല്ലോ. ഓ, അമ്മയ്ക്ക് ഒരു ആൻസറിന് ഒരു ഷവർമ്മ. അമ്മ തോറ്റ, നമുക്ക് ബുദ്ധിയില്ല. അതിന് നമ്മള് ബെറ്റ് വെച്ചില്ല. ശോഭേ, കള്ളക്കളി കളിക്കരുത്. പണ്ട് ഞങ്ങളെ കള്ളക്കളി കളിച്ച് തോപ്പിക്കുന്ന പോലെ. എന്നാ ശരി, ആൻസർ കേക്കണ്ട. ആൻസർ കേക്കണ്ടല്ലോ. ഗൂഗിൾ തപ്പിയാലൊന്നും ഇത് കിട്ടത്തില്ല. ഇതൊക്കെ എന്റെ ബുദ്ധിയിൽ അപ്പ ഉദിക്കുന്നതാ. അപ്പ ഞാൻ ചോദിക്കും. എന്നാ പറ, തോറ്റെന്ന് പറ. അതായത് ശോഭ അവിടുന്ന് ഒരു ഇല പറിക്കും. ഇല പറിച്ചിട്ട് അതിനകത്ത് വൈറ്റ്നർ കൊണ്ട് എല്ലാം വരയ്ക്കും. അപ്പം എന്തായി? വൈറ്റ് ഇലയായി. അപ്പൊ വൈറ്റ് ഇല എന്ന് പറഞ്ഞാൽ പിന്നെ എയർപോർട്ടിനടുത്തല്ലേ? ശോഭ എറണാകുളം വൈറ്റില, അവിടുന്ന് വൈറ്റില ഹബിലെത്തി ഒരു ബസ് പിടിച്ച് അങ്ങോട്ട് പോയി. അയാള് രക്ഷപ്പെട്ടു. കാറ് കയറി. കാട്ടിനകത്തൊന്ന് കാറെ കയറാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാം, കാട്ടിനകത്ത് ആരെങ്കിലും ഉണ്ട്, അയാൾ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതൊക്കെ ഞാൻ വെറുതെ വഴി തെറ്റിക്കാൻ പറഞ്ഞതാ. വൈകുന്നേരം ഉപകാരം ഉണ്ടായില്ലേ? ശോഭ അതൊക്കെ ചിന്തിക്കണം. ഞാൻ എല്ലാ വഴികളും ഒരു ഭ്രാന്തനെ പോലെ ഞാൻ നടക്കും, ആരും സഞ്ചരിക്കാത്ത വഴി. തന്നെ പേടിയോ? വഴി തെറ്റിക്കാൻ നിന്നെ കഴിഞ്ഞ് ലോകത്ത്. പക്ഷെ മക്കൾ വഴി തെറ്റിയെന്ന് കേട്ടിട്ടുണ്ട്. ഈ അമ്മമാരൊക്കെ വഴി തെറ്റൂ? അമ്മ പണ്ടേ തെറ്റിയതാണല്ലോ. അമ്മ പണ്ടങ്ങ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മച്ചമ്മ ഇപ്പോഴും പറയും വഴി തെറ്റിയത്. അമ്മ പിന്നെ സിനിമയ്ക്കും പോകും, പിന്നെ ക്ലാസ് കട്ട് ചെയ്തിട്ട്. അതൊക്കെ വലിയ കുട്ടിയായിരുന്നു. എന്തായാലും അമ്മ പോയോ അമ്മച്ചമ്മയെ പറ്റി? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനും സല്ലുമാമനും കൂടെ സിനിമയ്ക്ക് പോയി. നഗക്ഷത ഇറങ്ങുന്ന സമയമാണ്. നഗക്ഷത ഇറങ്ങിയപ്പോൾ ഞാനും സല്ലുമാനും കൂടെ സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് പോയ ഉടനെ ഞങ്ങൾ എപ്പോഴാണ് വീട്ടിൽ നിന്ന്, അന്ന് എന്തോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന്, ശനിയാഴ്ച ട്യൂഷൻ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ട്യൂഷന് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടിയിട്ട് പത്തനംതിട്ടയിലാണ് ഈ നഗക്ഷത റിലീസ്. അപ്പം ഞങ്ങൾക്ക് അന്ന് എത്ര വയസ്സുണ്ട്? 15 വയസ്സ്. ശോഭ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കള്ളത്തരം. എന്നിട്ട് ഞങ്ങള് ചെറുതറിയാമോ ഈ സിനിമ കാണാൻ പോയപ്പോൾ വീട്ടിലറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 9:30 ഇറങ്ങി അമ്മ പിടിക്കും. അമ്മ ഇപ്പം 9:30 എന്തിനാ 15-ന് ഷോ തുടങ്ങി? 10:00-ക്കാണോ 11:30-ക്കാണോ എന്ന് എനിക്കൊരു സംശയമായിരുന്നു. ഇത്ര വർഷമായി. അപ്പം ഞങ്ങളിങ്ങനെ, അവന് ഞാൻ ഒരു സമയത്ത് ഇറങ്ങത്തില്ല, ഞങ്ങൾ രണ്ട് സമയത്ത് ഇറങ്ങി. അവന് ഓട്ടി. എന്നോട് അവൻ പറഞ്ഞ്
നീ മുമ്പിൽ പൊക്കോ, നീനിപ്പോൾ അത്ര എൻ്റെ ഒപ്പം വരാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി 15 മിനിറ്റ് കൊണ്ട് ചെല്ലേണ്ട അടുത്ത് ഞങ്ങൾ 5-6 മിനിറ്റ് കൊണ്ട് അത്ര ഓടി ഞങ്ങൾ ഓടിച്ചെന്ന് ബസ്സിൽ ചെന്നപ്പോൾ ബസ്സുണ്ടോ നമ്മുടെ സമയത്ത്? അന്ന് 15-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ റോട്ടിൽ കൂടെ ഒരു പ്രൈവറ്റ് ബസ് വരുത്തുള്ളൂ. ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ് പറഞ്ഞാൽ ഇത്ര സമയം കാത്തില്ല. അപ്പോഴത്തേന് ടൈം അവിടെ പോകും. നമ്മളവിടെ നിന്ന് ഏകദേശം ഒരു 40-45 മിനിറ്റ് ദൂരം ഉണ്ട്. എനിക്ക് എൻ്റെ അമ്മ ഒരു സൂത്രം തരാം, ഫോണിന് വായി വെച്ച് തരാം. അന്ന് ഫോണൊന്നും ഇല്ല, ലാൻഡ് ഫോണാ. ശോഭയ്ക്കറിയാം ഇപ്പം അറിയാം സക്സസ് ആണ്. എന്നിട്ട് എന്താണെന്ന് അറിയാമോ, ഞങ്ങള് സൂപ്പറാണോ പോയി വണ്ടി കയറി പോകുമ്പം മറ്റേ ബസ് കയറണ്ട, ട്യൂഷന് പോകുന്നിടത്ത് ബസ് കയറണ്ടല്ലോ. അപ്പം ബസ് കയറി ഇങ്ങനെ ഞങ്ങൾ പോയി ചെന്ന് സിനിമയൊക്കെ കണ്ടു. ഞങ്ങൾ 2-2:30 ആയപ്പോൾ തിരിച്ചു വന്നു. വീട്ടിൽ വന്നപ്പോൾ അറിയുന്നു അമ്മയ്ക്ക് പിന്നെ എൻ്റെ അമ്മയ്ക്ക് പിന്നെ എന്താ ഈ വെള്ളം വരാൻ പോയപ്പം കുളത്തിൽ കണ്ട് തവള കണ്ട് കടിച്ചു. അപ്പോൾ അമ്മ പാമ്പാണ് എന്ന് പറഞ്ഞിട്ട് തവള കടിച്ചതിന് പാമ്പാക്കിക്കൊണ്ട് അമ്മ കിടന്ന് വിളിച്ചു പോയി. പോറിയിട്ടുണ്ടായിരുന്നു കാല്. അപ്പോൾ തവള ആണെന്ന് പറഞ്ഞിട്ട് പാമ്പാണെന്ന് പറഞ്ഞ് വിളിച്ചു പോയിട്ട് ഈ അമ്മയെ കൊണ്ടുപോയി വിഷം ഇറക്കാൻ കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടേക്കുക. ഞങ്ങൾ വന്നപ്പോൾ സമയമായില്ലേ. അപ്പോൾ എവിടെ പോയായിരുന്നു? ട്യൂഷൻ സെൻ്ററിലൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഞങ്ങളെ കണ്ടില്ല. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളല്ലേ. അവൻ എന്നെക്കാൾ എത്ര വയസ്സുകളായിരുന്നു? 3 വയസ്സിനെങ്ങാണ്ടല്ലേ. അവന് 12 വയസ്സ്, അമ്മയ്ക്ക് 15 വയസ്സ്. ഞാൻ ഈ ഇത്രയും പിള്ളേർ ബാലപിള്ളേരൊക്കെ ചെല്ലുമ്പോ ആരാ ടിക്കറ്റ് കൊടുക്കുന്നത്? കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ എങ്ങനെ ഒപ്പിച്ചു. ശോഭ, എനിക്ക് ഇത്രയും പ്രായമായിട്ട് ഇതുവരെ ഒരു സിനിമ തന്നെ കാണാൻ പോയിട്ടില്ല കേട്ടോ. അത് പേടിച്ചിട്ടും ഭയന്നിട്ടും അല്ല, എന്റെ ഡിസിപ്ലിൻ. ശരിക്കും അടിച്ചമ്മ വന്നറിഞ്ഞ പറഞ്ഞു. അപ്പൊ എത്ര സമയം ഇവിടെ ആയിരുന്നു, ട്യൂഷനിലായിരുന്നല്ലോ, ചോദ്യം പറച്ചിലെല്ലാം ആയി. എന്നിട്ട് ഞങ്ങളെ 2നെ അടിച്ചു. അവൻ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, അമ്മ നീയല്ലേ മൂത്തത്, നീയല്ലേ അവനെ പറഞ്ഞ് തിരുത്തേണ്ടിയത്, നീ എന്നിട്ട് എന്താ അത് ചെയ്യാഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്ര അപ്പയ്ക്ക് ബോധം വീണു. ബോധം വന്ന് വീണ് സിനിമയ്ക്ക് പോകാനും ക്ലാസ് കട്ട് ചെയ്യാനും ഉണ്ടായ ആദ്യത്തെ. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് സിനിമ. ഇഷ്ടംപോലെ സിനിമ ഇറങ്ങുന്ന സിനിമ കാണുമായിരുന്നു. ശോഭ, എന്നിട്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചില്ലേ? അന്ന് ആ ചിന്തയൊന്നുമില്ല. എന്ന് പറഞ്ഞാലേ ഞാൻ ഈ പുസ്തകത്തിനകത്തൊക്കെ വെച്ചിട്ട് ബാലരമ വീക്കിലികളും അന്നേ കള്ളത്തരവാ. ഇപ്പഴും കള്ളത്തരവാ. അമ്മച്ചൻ പറയുന്ന പോലെ നാഗം തൊട്ട് മൂടിയല്ലേ കള്ളത്തരം. വെല്ലുമച്ചി ഉണ്ടല്ലോ, അമ്മയുടെ അമ്മയുണ്ടല്ലോ, കൂട്ടുകൂടും പറഞ്ഞു. അപ്പൊ അമ്മയുടെ അമ്മ എന്നിട്ട് പറയും, ദേണ്ടടി ഇവള് പഠിക്കുകയൊന്നും അല്ല, ഇവള് ഒന്നി ഉറന്നതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇവള് എന്തെങ്കിലും ബാലരമയ പുസ്തകം എന്താണ് പപ്പും പറ്റയൊക്കെ ആയിട്ട് വായിക്കുമായിരിക്കും എന്ന് പറയും. അപ്പോൾ ഞാൻ വെല്ലുമച്ചിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ ഞാൻ ഇതെടുത്ത് പാത്ത് വെച്ചിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെപ്പോൾ അമ്മ പറയും. അപ്പം അമ്മയ്ക്കറിയാം ഞാൻ പഠിക്കുക, എനിക്ക് ക്ലാസ്സിലൊക്കെ നല്ല മാർക്കുണ്ട്. എത്ര മാർക്ക്? 100-ൽ 10, 100-ൽ 50-ലൊക്കെ 52. 52 35-40 ഒക്കെ കിട്ടും. ഞാൻ വിളിച്ചെഴുന്നേപ്പിക്കണോ? അതൊക്കെ കിട്ടും. എന്നിട്ട് അപ്പം അമ്മ പറയും, എൻ്റെ കൊച്ചു പഠിച്ചിട്ട് ജോലി സമ്പാദിച്ചൊന്നും എനിക്കൊന്നും കൊണ്ട് തരണ്ട. ഇതിങ്ങനെ അമ്മയെ തോപ്പിക്കാനേ അമ്മ ഇങ്ങനെ എൻ്റെ കുറ്റം പറയുന്നതിന്, വെല്ലുമച്ചി എൻ്റെ കുറ്റം പറയുന്നതിന് അമ്മ എന്നോടുള്ള സ്നേഹം പുറത്ത് കാണിക്കുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ. അപ്പൊ അമ്മയുടെ ഉപബോധം മനസ്സിൽ പോയിട്ട് അമ്മയ്ക്ക് ജോലി വേണ്ട, എനിക്ക് എന്തിനാ ജോലിയുടെ കാര്യമില്ലല്ലോ, എനിക്ക് അല്ല തന്നെ എനിക്ക് എൻ്റെ അമ്മ എല്ലാം ചെയ്തു തരുന്നുണ്ട്, പിന്നെ ജോലി എന്തിനാന്നൊക്കെ അമ്മ വന്നു. അപ്പൊ എനിക്ക് ആ ജോലിയെ കുറിച്ചും അങ്ങനെ പഠിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറണമെന്നും അങ്ങനൊന്നും തോന്നിയില്ല. അതിൻ്റെതായ ദോഷങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ദിവസം മുതൽ ഞാൻ അനുഭവിച്ചു. അപ്പൊ അമ്മയ്ക്ക് പുതിയ തലമുറയോട് പറയാൻ എനിക്ക് എപ്പോഴും ഒരു കാര്യമുള്ളൂ, പെൺകുട്ടികളോട് പ്രത്യേകിച്ച് ആമ്പിള്ളേർ പിന്നെ എന്തായാലും തൊഴിൽ കണ്ടുപിടിക്കുമല്ലോ. അവർക്കത് പറഞ്ഞാലേ ഒരു കുടുംബം അവർക്ക് നാളെ പോറ്റേണ്ടതാണ്. അച്ഛനമ്മയെ നോക്കണം, സഹോദരങ്ങളെ നോക്കണം, ഭാര്യയും മക്കളെ എല്ലാം നോക്കണം. അപ്പൊ അവരെങ്ങനെയെങ്കിലും പോയി ഒരു ജോലി കണ്ടുപിടിച്ച് ജീവിക്കും. പക്ഷെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരിച്ചു. ഒരു തൊഴിലുണ്ടായിരുന്നു, അതിന് എവിടെയെങ്കിലും ചെയ്യപ്പെടില്ല. ഞാൻ ചോദിക്കട്ടെ, ശോഭ എങ്ങനെ ഒരു കഥാകാരിയായത്? കഥാകാരിയെന്നോ അങ്ങനെ കഥയൊന്നുമില്ല. കൊച്ചിലെ ഈ പറഞ്ഞ കാര്യങ്ങളല്ല, കലാകാരനല്ല ഞാൻ. കൊച്ചിലെ ഞാൻ വായിക്കുമായിരുന്നു. ഈ പൂമ്പാറ്റയും വീക്കിലികൾ വായിക്കുമായിരുന്നു.
വീക്കിലി അന്ന് എൻ്റെ കുഞ്ഞിനെ തൊട്ട് വീട്ടിലും മനോരമയും പത്രം വരുത്തും. വീക്കിലി ആഴ്ചയിലൊരിക്കലായിരുന്നു വീക്കിലി മനോരമ വീക്കിലി വരും. ഇതെല്ലാം വായിച്ച അമ്മ ഒരു കഥാകാരി. വായിക്കുമ്പം എനിക്ക് ബാറ്റൻ ബോസിന്റെ കഥ. ബാറ്റൻ ബോസോ? അത് മറ്റേ ഇതിനിടുന്ന ബാറ്റൻ ബോസ് ഉണ്ട്. അമ്മ പാറ്റൻ ബോസ് എന്ന് പറഞ്ഞാൽ ഇതിനിടുന്ന പൂരിടാൻ പോലത്തെ ഒരു മരുന്നില്ലയോ? അതല്ല, ബാറ്റൻ ബോസ് എന്ന് വെച്ചാ നല്ലൊരു പേരിട. പിന്നെ ഇങ്ങനെയുണ്ടായിരുന്നു മാത്യു മറ്റോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഡിറ്റക്റ്റീവ് ഒരാളുണ്ട്. പിന്നെ ഞാൻ നടുമുറ്റോന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാത്യു മുറ്റോന്ന് ആദ്യമായിട്ട്. മല്ലിക യുവനസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരാളുണ്ടായിരുന്നു. അവരൊക്കെ നല്ല വീക്കിലി കൂടെ നോവലുകൾ എഴുതി നല്ല നോവലുകൾ എഴുതുമായിരുന്നു. അവരൊക്കെ ഞാനത് കുഞ്ഞിലെ തൊട്ടേ വീട്ടിൽ വായിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ അവർ കാണാതെ എടുത്തുകൊണ്ട് പോയി വെച്ച് വായിക്കും. കാണാതെ വായിക്കും, വീക്കിലിയൊന്നും വായിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെ വായിച്ച് എനിക്ക് വായനയോട് ഇഷ്ടമാണ്. അങ്ങനെ ഒരു പേപ്പർ എവിടെ കണ്ടാലും ഞാൻ ആ പേപ്പർ എടുത്തൊന്ന് നൂത്ത് നോക്കി ഒരു തുണ്ടായാലും അത് വായിക്കുമായിരുന്നു. തുണ്ട് പേപ്പർ വായിക്കും. റോഡിൽ കിടക്കുന്ന പേപ്പർ ആയാലും. തുണ്ട് എവിടെ നിന്ന് കിട്ടി? നീ ഉദ്ദേശിക്കുന്ന പരീക്ഷ തുണ്ടല്ല. അത് എഴുതിയിട്ടുണ്ട്. സത്യസത്യമായിട്ട് പറ. കോപ്പി അടിക്കാനൊന്നും അറിയില്ല. കാരണം എനിക്ക് അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ആളായിരുന്നു. ശരീരമൊന്നും അത്ര ഇല്ല. അപ്പം ഞാൻ ഒരു കുട്ടിപ്പാവടയൊക്കെ ഇട്ടുണ്ടായിരിക്കും ഈ പോകുന്നത്. രീതിക്ക് പഠിക്കുമ്പോഴും ഞാൻ കുട്ടിപ്പാവട ഇട്ടുകൊണ്ട് പോകുമ്പോൾ ബസ്സിൽ കയറുമ്പോൾ എന്നെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. അതെന്തിനാ? ഞാൻ കുഞ്ഞല്ലേ, ഈ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. തള്ളി വലിയ പിള്ളേരെയൊക്കെ അങ്ങനെ പെരുത്തില്ല, പറഞ്ഞാൽ കേൾക്കത്തില്ല. അങ്ങനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുമ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ വണ്ടി സ്പീഡിൽ പോകുമ്പോൾ കാറ്റടിക്കുമ്പോൾ എൻ്റെ പാവാട ഇങ്ങനെ പൊങ്ങി പോകുമ്പോൾ അടുത്ത് ഇങ്ങനെ പിള്ളേരൊക്കെ ആയിരിക്കും പിടിച്ചിങ്ങനെ വെക്കുന്നത്. അത്രത്തോളം കുഞ്ഞാണ് ഞാൻ. അന്ന് വലിയ ശരീരമൊന്നും എനിക്കില്ല. അപ്പം അതുകൊണ്ട് എന്നെ ആരും അങ്ങനെ വലിയ ഇതിലായിട്ടൊന്നും ശ്രദ്ധിക്കാം. കൊച്ചു ആ ഒരു കൊച്ചു കൂട്ടുകാരൊക്കെ ആയാൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഇരുന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ ഞാൻ ചെന്നാ നീ കേൾക്കണ്ട, നീ അങ്ങോട്ട് മാറി നിന്നോന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ. അതായത് അത്രയ്ക്ക് ബുദ്ധിശക്തി ഇല്ല എന്നുള്ളത്. ബുദ്ധിശക്തിയുടെ അല്ല, ഞാനൊരു എന്തോ ഒരു എന്നോട് ഇഷ്ടമായിരുന്നു. മാറ്റി നിർത്തുന്നതാണോ ഇഷ്ടം? അങ്ങനെ ഇഷ്ടമല്ല. ഇത് നീ കേൾക്കണ്ട അങ്ങനെയാ പറയുന്നത്. ഞങ്ങൾ ഈ പറയുന്ന കാര്യം നീ കേൾക്കണം, നീ കുഞ്ഞാന്ന് പറയും. ഇപ്പൊ ഈ മോഹൻലാൽ പറയത്തില്ല നീ കുട്ടിയാണെന്ന്. ആ സമയത്ത് അത് ഇപ്പഴല്ലല്ലോ, പണ്ടാരാണ്ട് ഏതാണ്ട് പറഞ്ഞതുപോലെ അങ്ങനെ പറയുമ്പോ ഞാൻ എന്റെ കാര്യം ഓർത്തിട്ടുണ്ട്. കുട്ടിയാണെന്ന്, നീ കുട്ടിയാന്ന് പറയുമ്പോ കൊതു കടിച്ചാടാ. കാലിന്റെ വെള്ളയാണോ മക്കൾക്ക് ചൊറിയുന്നേ? അവിടെ ശരി, എന്നാ ഇതൊന്ന് കഴിച്ചു നോക്കിക്കേ. ഇതൊന്ന് കഴിച്ചു നോക്കി. ബാ നന്നപ്പാ. നന്നപ്പന് കൊടുക്കണ്ട, അമ്മ ആദ്യം കഴിക്കും, എന്നിട്ട് നല്ല തന്നെ കുഞ്ഞിന് കൊടുത്താൽ മതി. നന്നപ്പ നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കാം. പുതിയ പാപ്പ ഉണ്ടാക്കി തന്നെ. ഷാവ് കഴിക്കാം, ആദ്യം വായിക്കത്തേക്ക്. എങ്ങനെയുണ്ട്? എങ്ങനെയല്ലേ പറയുള്ളൂ, സത്യസന്ധമായിട്ട് പറ. നമുക്ക് കെട്ടുവിന് കൊടുക്കാം. പിള്ളേർക്ക് നാളെ പൊതിക്കകത്ത് കൊടുത്തുവിടാൻ പറ്റുമോ? അത് തിന്നാലേ. പക്ഷെ ഇത് പക്ഷെ ആ ഇതുണ്ടല്ലോ മനെ അപ്പളപ്പളം, അത് കാണാൻ പോലും ഇല്ല മനെ. ഇത് അതിന്റെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് ഇല്ലേ? അപ്പൊ പിന്നെ എന്ത് ടേസ്റ്റാ? മുട്ടയുടെ ടേസ്റ്റ്. മുട്ടയുടെ ടേസ്റ്റ് മാത്രമേ. അപ്പൊ പിന്നെ അപ്പളം വെറുതെ വേസ്റ്റ് ആയില്ലേ? അപ്പളം വേസ്റ്റ് ആയി. ഇപ്പൊ അത് ഇവിടെ ഇത് കഷ്ടം. ഇത് കൂടെ